ഹലോ എവരിവൺ, IVF ജേർണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. എനിക്ക് ഒരു സിംറ്റംസ് ഒന്നുമില്ല, എന്നെ ഇത് ശരിയായില്ലേ, ഇത്തവണയും ഫെയിലിയർ ആയിരിക്കുമോ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എല്ലാവരുടെയും മനസ്സിലും. എൻ്റെ മനസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു പോയിരുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് ആദ്യം തന്നെ ഒന്ന് നമുക്ക് നോക്കാം. അതായത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ തന്നെ ആർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കോണം നിർബന്ധമില്ല. അതായത് പലർക്കും 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ചെറിയ ചെറിയ ഡിഫറൻസസ്, ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഉണ്ടാകാം, ചിലർക്ക് ഇല്ലാതിരിക്കാം. ഉണ്ടെന്ന് വെച്ചിട്ട് പോസിറ്റീവ് ആകണമെന്നില്ല, ഇല്ലയെന്ന് വെച്ചിട്ട് നെഗറ്റീവ് ആകണമെന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ എംബ്രിയോ ട്രാൻസ്ഫർ ടൈം ലൈൻ, അതായത് ഡേ 1 മുതൽ ഡേ 3 വരെയുള്ള ദിവസം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എംബ്രിയോ നമ്മൾ യൂട്രസിലാണ് നിക്ഷേപിക്കുക. ഈ ടൈമിൽ എംബ്രിയോ യൂട്രസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു സിംറ്റംസും ഉണ്ടാകാറില്ല. പിന്നെ അടുത്ത ഡേ 4 മുതൽ ഡേ 6 വരെ സമയം, അതായത് എംബ്രിയോ ഇംപ്ലാന്റേഷൻ തുടങ്ങുന്ന ഒരു സമയം. ചിലർക്ക് ഈ സമയത്ത് സ്പോട്ടിങ് ഉണ്ടാവും, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അങ്ങനെയൊക്കെ കാണാം കേട്ടോ. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പിന്നെ അതുപോലെ ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം, ക്രാംസ് ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ നോർമലാണ്. ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഇനി ഡേ 7 മുതൽ ഡേ 10 വരെയുള്ള കാര്യം നോക്കാം. ഈ സമയത്താണ്, അതായത് എംബ്രിയോ ഓൾറെഡി ഇംപ്ലാന്റ് ആയിട്ടുണ്ട്, അതായത് പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്, നമ്മുടെ ഹോർമോൺസ് HCG പ്ലാസിൻ്റെ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഹോർമോൺ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ ഈ ഹോർമോൺ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടാകാം, ക്ഷീണം ഉണ്ടാകാം, പിന്നെ ഉറക്കം കൊള്ളുണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോൾ 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് പ്രധാനമായിട്ടും ആ സിംറ്റംസ് ഇങ്ങനെ കണ്ടു തുടങ്ങുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷേ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IVF ട്രീറ്റ്മെൻറ്റ് സമയത്ത് നൽകുന്ന പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ജെല്ല്, ഇതൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് സിംറ്റം മാത്രം നോക്കിയിട്ട് പ്രഗ്നൻസി ഉറപ്പിക്കാൻ കഴിയില്ല. ചിലർക്കൊക്കെ ഒന്നും ലക്ഷണങ്ങളില്ലാതെ തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട്. അതിന് സിംറ്റംസ് ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ശരിയായ കൺഫർമേഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റാ HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. സാധാരണയായിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 12 മുതൽ 14 ദിവസത്തിന് ഡോക്ടർ അത് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഈ സമയത്ത് തന്നെ ചെയ്യാം. അത് നേരത്തെ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു റിസൾട്ട് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പിന്നെ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിരുന്നിട്ട് സ്ട്രെസ് കൂടുതലുകൊണ്ട് ചിലപ്പോൾ അത് ഇംപ്ലാന്റേഷൻ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറയുന്ന അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ചിലർ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ യൂറിൻ ടെസ്റ്റിലും ചിലപ്പോൾ HCGയുടെ വാല്യൂ വളരെ ലേറ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. അപ്പോഴും നമ്മൾ ടെൻഷൻ തന്നെയായിരിക്കും കാരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വിഷമിക്കാതിരിക്കുക. ഡോക്ടർ പറഞ്ഞ ഡേറ്റ് തന്നെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടിരിക്കുക, റെസ്റ്റ് എടുക്കുക, സമയാസമയത്ത് തന്നിരിക്കുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക. പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സ്ട്രെസ് ആകാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഓരോരുത്തരുടെ ശരീരം ഓരോ തരത്തിലാണ്, ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് പല തരത്തിലായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. പ്രൊജസ്ട്രോൺ ഹോർമോൺസിനോട് അല്ലെങ്കിൽ HCG ഹോർമോൺസിനോട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള. ചിലർക്ക് ഭയങ്കര ഛർദി ആയിരിക്കും കേട്ടിട്ടില്ല, ചിലർക്ക് ഒരു ഛർദി ഇല്ലാണ്ട് ചെയ്യുന്ന പ്രഗ്നൻറ്റ് ഡെലിവറി വരെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളും മറ്റൊരാളും കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ഒപ്പം ഇപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ തന്നെ കുറേ പേരൊക്കെ ഉണ്ടാവും, നമ്മളുടെ അവരെല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണോ എനിക്ക് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെ ടെൻഷനാകാതിരിക്കുക. അപ്പോൾ അയാൾക്ക് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെയാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ആ സിംറ്റം ഉണ്ടാകും, അയാൾക്ക് പോസിറ്റീവ് ആണ്, നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നതിലും ഒരു അർത്ഥവും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പീരീഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക, പോസിറ്റീവായിട്ട് റിസൾട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.